പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു സർവൈവൽ കണ്ടന്റ് ഉള്ള ഒരു മൂവിയായിട്ട് ഫീൽ ചെയ്തു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയൊക്കെയുള്ള ഒരു ശബ്ദമായിട്ട് അനുമോളിച്ചിന്റെ ക്യാരക്ടർ നന്നായിട്ട് വെക്കുന്നുണ്ട്. ജോലി ചേട്ടനാണെങ്കിലും ഇപ്പോൾ പറഞ്ഞ കിച്ചു ആണെങ്കിലും എല്ലാവരുടെയും പെർഫോമൻസ് വൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു. ജോലി ചേട്ടന്റെ പെർഫോമൻസിനെ പറ്റിയൊക്കെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഗംഭീരമായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷ വന്നപ്പോൾ അത്ര വലിയ സുഖം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. ജോജു പോലീസ് സ്റ്റേഷനിൽ അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആരോ നല്ല പടമാണ്. ജോജു ചേട്ടനും കിച്ചേട്ടനും ഒക്കെ എങ്ങനെയുണ്ട് പെർഫോമൻസ്? നല്ലൊരു മൂവിയാണ്, ഒരു കുടുംബ ഫാമിലി മൂവിയാണ്. ഫാമിലി മൂവി മാത്രം പറയും, പിള്ളേരുടെ കഥ കൂടിയില്ലേ? ഏതാ? പിള്ളേരുടെ കഥ കൂടിയില്ലേ? പിള്ളേരുടെ കഥയാണ്, ഒരു ഫാമിലി മൂവിയാണ്. ഇതിനകത്ത് തലമുറയിലെ പിള്ളേര് പൈസക്ക് വേണ്ടി മോഷ്ടിക്കുന്നു, കക്കുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സസ്പെൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോ കഥ പറഞ്ഞ് ഇനി പടം കാണാനുള്ളവരാണ്, അവിടെ സസ്പെൻസ് ഒന്നും പറയുന്നില്ല. നല്ലൊരു മൂവിയാണ്. നല്ല മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീരമായ ഒരു സിനിമയാണ്. അല്ല അനുമോളാണെങ്കിലും നല്ല ഒരു പെർഫോമൻസ്, ജോയിച്ചേട്ടനാണെങ്കിലും അജീഷ് കോട്ടയാണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തു. ഇതിനകത്ത് കലാപ നവാസിക എന്ന് വേണ്ട അടിപൊളിയാണ്. പുള്ളിക്ക് ജയരാജേട്ടന്റെ മിമിക്രി കലാകാരനാണ്. അദ്ദേഹം കാരിക്കേച്ചറിലൂടെ വന്നാണ്. ഇതിനകത്ത് ഗംഭീരമായിട്ടൊരു വേഷമാണ്, സസ്പെൻസ് ആണ് പറയുന്നത്. നല്ലൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ലൊരു സിനിമയാണ്, എല്ലാവരും വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് അജീഷ് കോട്ടയം, കലാപ നവാസ്, അതുപോലെ ടോഷേട്ടൻ, അനുചേച്ചി, ജോയിച്ചേട്ടൻ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. നല്ലൊരു മൂവി. ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള കലാപ നവാസൊക്കെയാണെങ്കിലും നമ്മുടെ ടോഷേട്ടനാണെങ്കിലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ജോജു ജോർജ് എന്ന നടൻ നായകനാണെങ്കിൽ കൂടിയും കുറച്ച് ഗസ്റ്റ് അപ്പിയറൻസ് ആണ് അവിടെ എവിടെയും കാണിച്ചു പോകുന്നുണ്ട്. എങ്കിലും ഉള്ള കുറച്ച് റോള് ജോജു ജോർജിന്റെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതില് കിച്ചുചേട്ടൻ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഫൈറ്റ് ആണ്. കിച്ചുചേട്ടന്റെ ആണെങ്കിലും സുധീർ കരമനാണെങ്കിലും വ്യത്യസ്ത പറഞ്ഞൊരു കഥാ അന്തരീക്ഷമാണ്. ഫൈറ്റ്, റൊമാൻസും കോമഡിയും എല്ലാം ലവ് ട്രാക്കും എല്ലാം കൊണ്ട് തന്നെ ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. ഗംഭീരമായിട്ട് ഒരു മൂവി കാണാൻ സാധിച്ചു. എല്ലാവരും വന്ന് ഫാമിലി ആയിട്ട് കാണുക. നല്ലൊരു മൂവിയാണ്. നല്ലൊരു അഞ്ചിൽ നമുക്കൊരു 3.5 മാർക്ക് കൊടുക്കാം പടത്തിന്. എന്തായാലും ജനങ്ങളെ ഏറ്റെടുക്കട്ടെ. എന്തായാലും മാർക്ക് നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം കൂടാം. എന്തായാലും എല്ലാവിധ വിജയാശംസകളും. എനിക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ.